നമസ്കാരം. ന്യൂസ് കഫേ കേരളം സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം മുഴുവനും ഇപ്പോൾ, ഒരുപക്ഷെ ഇന്ത്യ മുഴുവനും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് മോഹൻലാലിൻ്റെ, പൃഥ്വിരാജിൻ്റെ, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സ്വപ്ന പദ്ധതിയായ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എമ്പുരാനെക്കുറിച്ചാണല്ലോ. തീർച്ചയായിട്ടും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിനിമകളിലൊന്ന്, മലയാളം കണ്ട എക്കാലത്തെയും വലിയ സിനിമകളിലൊന്ന്, മലയാള സിനിമയ്ക്ക് ഇന്നോളം അപ്രാപ്യമായിട്ടുള്ള ഒരു സ്കെയിലിൽ നിർമ്മിക്കപ്പെട്ട സിനിമ. അത് അതേ രീതിയിൽ തന്നെ ബഹുഭാഷകളിൽ പാൻ ഇന്ത്യൻ കാഴ്ചപ്പാടിൽ തന്നെ വിപണനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അഭിമാന നിമിഷത്തിൽ ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന വാസ്തവം തന്നെയായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു വ്യാപ്തിയെക്കുറിച്ചാണ്. ഇന്നോളം മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത വ്യാപ്തി, ഇന്നോളം മലയാള സിനിമ നേരിട്ടിട്ടില്ലാത്ത അത്രത്തോളം മാഗ്നിറ്റ്യൂഡ്, അത്രത്തോളം വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസ്, അത്രത്തോളം മുടക്കുമുതൽ, അല്ലെങ്കിൽ ആ മുടക്കുമുതലിന് ആനുപാതികമായിട്ടുള്ള ദൃശ്യവൽക്കരണം, താരങ്ങൾ, അങ്ങനെ മലയാള സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ക്യാൻവാസ്. അപ്പോൾ ഞാൻ ആലോചിച്ച് പോകുന്നത്, വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ പാൻ ഇന്ത്യൻ കാഴ്ചപ്പാടോടുകൂടി പൃഥ്വിരാജ് ലൂസിഫറിനെക്കുറിച്ചും അല്ലെങ്കിൽ എമ്പുരാനെക്കുറിച്ചും എപ്പോഴും പറയാറുള്ളത് പോലെ, ആൻ്റണി പെരുമ്പാവൂർ പങ്കുവച്ചതുപോലെ, ശ്രീ മോഹൻലാൽ പങ്കുവച്ചതുപോലെ, നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു ശേഷി, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഗ്രാവിറ്റി, മാഗ്നിറ്റ്യൂഡ്, അത്തരത്തിലുള്ളൊരു സ്വപ്നം മലയാളത്തിന് ആദ്യമായി കാഴ്ചവെച്ച, ആ തരത്തിൽ, ആ ലെവലിൽ കാഴ്ചവെച്ച മൺമറഞ്ഞു പോയ ശ്രീ IV ശശിയെക്കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നത് വളരെ കാലിക പ്രസക്തി ഉള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ലൂസിഫറിനെ പോലെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ പാൻ ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഇത്രയും വിശാലമായ ക്യാൻവാസിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകളുടെയൊക്കെ മലയാളത്തിലെ ഒരു ആദ്യകാല പ്രയോക്താവും, അങ്ങനെ മലയാളത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, ശീലിപ്പിച്ച ചലച്ചിത്രകാരന്മാരിൽ അഗ്രഗണ്യനും ആയിരുന്നു ശ്രീ IV ശശി. ഇത് പറയുന്നതിന് കുറേയധികം ഉദാഹരണങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. നിങ്ങൾ ഓർത്താൽ മതി, മലയാളത്തിൽ നിന്ന് ആദ്യമായി അത്തരത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ, ഒരു ദേശീയ കാഴ്ചപ്പാടിൽ, മലയാളത്തിന് പുറത്തും വിപണനം ചെയ്യാൻ സാധിക്കുമെന്ന കാഴ്ചപ്പാടിൽ നിർമ്മിക്കപ്പെട്ട ഒരു പറ്റം സിനിമകൾ. ആൾക്കൂട്ടത്തിൻ്റെ സംവിധായകൻ എന്നാണ് വാസ്തവത്തിൽ അക്കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ IV ശശിയെ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം IV ശശിക്ക് ഒരു സിനിമ, അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലെ സിനിമ, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെ സിനിമ എന്ന് പറയുന്നത് ആൾക്കൂട്ടവും വൈഡ് സ്ക്രീനുമായിരുന്നു. സിനിമാസ്കോപ്പ് അല്ലാത്ത, സിനിമാസ്കോപ്പിൽ കുറഞ്ഞ ഒരു ക്യാൻവാസ് അദ്ദേഹത്തിന് വിഭാവന ചെയ്യാൻ ബുദ്ധിമുട്ടായ ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഉത്സവം പോലെ വളരെ ബഡ്ജറ്റ് കുറച്ച ഉമ്മറിനെ പോലെ ഒരു നടനെ നായകനാക്കിക്കൊണ്ട് വളരെ ചെറിയ, ചുരുങ്ങിയ ബഡ്ജറ്റിൽ സിനിമയെ ഒരുക്കിയ, അർത്ഥന പോലെ ഒരു സിനിമ, വളരെ ചെറിയ സിനിമ ഒരുക്കിയ, അക്ഷരത്തെറ്റ് പോലെ വളരെ ചെറിയ സിനിമയെ ഒരുക്കിയ ഒരു സംവിധായകനാണ് IV ശശി. പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതും, അദ്ദേഹത്തെക്കുറിച്ച് മലയാള സിനിമ അഭിമാനിക്കുന്നതും ഇത്രയധികം, വളരെയധികം ആൾക്കൂട്ടങ്ങൾ, ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ, നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ, അത്രത്തോളം തന്നെ ആൾക്കൂട്ടത്തെ, അത്രത്തോളം തന്നെ വലിയ ക്യാൻവാസ്, വലിയ പശ്ചാത്തലം, രംഗപശ്ചാത്തലം, അത്രയധികം കഥാപാത്രങ്ങൾ, അത്രയധികം താരങ്ങൾ ഒക്കെ വച്ചിട്ടുള്ള ബഹുഭാഷാ സാധ്യതയുള്ള അത്തരത്തിലുള്ള യൂണിവേഴ്സാലിറ്റി, ഒരുപക്ഷെ മലയാളത്തിനപ്പുറം സ്വീകാര്യതയുള്ള കഥകളും പ്രമേയങ്ങളും ഇതിവൃത്തങ്ങളും അവതരണ രീതിയും ദൃശ്യപരിചരണവും, അതാണ് IV ശശിയെ നമ്മുടെ കമേഴ്ഷ്യൽ സിനിമയുടെ, കമ്പോള സിനിമയുടെ ഒരു നെടുന്തൂണാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ തുഷാരം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ജയനെ നായകനാക്കി അദ്ദേഹം ആസൂത്രണം ചെയ്തതാണ്. പക്ഷേ ജയൻ്റെ നിര്യാണത്തെ തുടർന്ന് രതീഷാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. അത് ആദ്യമായി കശ്മീരിൽ, പൂർണ്ണമായും കശ്മീരിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതിനുവേണ്ടി NJ ജോണായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. അതിനുവേണ്ടി IV ശശിയും NJ ജോണും കണ്ട സ്വപ്നം എന്ന് പറയുന്നത് ഹിമപാതം അഥവാ അവലാൻഷെ,
അത് ദൃശ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. വളരെയധികം സാഹസികമായി കാശ്മീരിലെ മഞ്ഞുമലകളിൽ പോയി അതിസാഹസികമായിട്ടുള്ള സംഘട്ടന രംഗങ്ങളൊക്കെ വെച്ച് ചിത്രീകരിച്ച ഒരു സിനിമ. അവലാൻഷി ചിത്രീകരിച്ചത് സത്യം പറഞ്ഞാൽ ചീറ്റ് ചെയ്തിട്ടാണ് അത് എടുത്തത് എന്ന് പിന്നീട് അതിൻ്റെ നിർമ്മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിദേശ ചിത്രത്തിൽ നിന്നുള്ള ഹിമപാതത്തിൻ്റെ ദൃശ്യം അപ്പാടെ തിയേറ്ററിലിട്ട് പ്രദർശിപ്പിച്ചിട്ട് ആ തിയേറ്ററിൽ ആ പ്രദർശനത്തിൻ്റെ ആ സ്ക്രീനിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് കഥാപാത്രങ്ങളെ നിർത്തിക്കൊണ്ടൊക്കെ ചിത്രീകരിച്ച രീതിയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സിനിമ, ആ സിനിമയിൽ നായകൻ്റെ സഹായിയായി വന്നിരുന്ന ജാഫർ ഖാൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി നടൻ, അദ്ദേഹത്തെ വെച്ച് മഞ്ഞേവ മധുവിധു വേള എന്നൊരു ഗാനരംഗം വരെ ആ ചിത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാർ കാസ്റ്റിംഗ്, ഇപ്പോൾ നമ്മുടെ ഏത് ഭാഷയിൽ നമ്മൾ RRRൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബാഹുബലിയുടെ ആണെങ്കിലും, ബാഹുബലി തുടങ്ങി ഇങ്ങോട്ട് വന്ന പുഷ്പ വരെയുള്ള എല്ലാ സിനിമകളെടുത്താലും അതിൻ്റെയൊക്കെ ആ പാൻ ഇന്ത്യൻ ചേരുവകളിലൊന്ന് ബഹുഭാഷകളിൽ നിന്നുള്ള താരങ്ങളാണ്. അത് ഇപ്പോഴത്തെ എല്ലാ വൻ ബജറ്റ് ബഹുഭാഷാ ചിത്രങ്ങളുടെയും ഒരു പൊതു സ്വഭാവമാണ് ബഹുഭാഷകളിൽ നിന്നുള്ള കഥാപാത്രങ്ങളെന്ന് പറയുന്നത്, താരങ്ങളെന്ന് പറയുന്നത്. അതും ഐ ശശി അന്ന് ചെയ്തിരുന്നു. തൻ്റെ സ്റ്റാർ കാസ്റ്റിങ്ങിൽ ഹിന്ദിയിൽ നിന്നുമൊക്കെയുള്ള താരങ്ങളെ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം മലയാളത്തിൽ നിർമ്മിച്ച ഏഴാം കടലിനക്കരെ, ഒരുപക്ഷെ മലയാളം ആദ്യമായി കടൽ കടന്നത് ആ സിനിമയിലൂടെയാണ്. അമേരിക്കയിൽ, അതിലും രസം എന്ന് പറയുന്നത് അമേരിക്കയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ മലയാളികളുടെ ജീവിതം പറയുന്നതിനപ്പുറം അവിടെ അതും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അതിനെ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അതിനൊരു രണ്ടാം ഭാഗം അല്ലെങ്കിൽ അതിനും അപ്പുറം അമേരിക്ക എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചു. അപ്പോൾ കപ്പലിൽ വെച്ച്, അതുപോലെ വിദേശ താരങ്ങളെ വെച്ച്, അമേരിക്കൻ നടീനടന്മാരെ വരെ ആ സിനിമകളിൽ സഹകരിപ്പിച്ചിരുന്നു. അത്തരം ഭാഷകളിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ ഭാഷയുടെ പരിമിതിക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറം സ്വപ്നം കണ്ട് അത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിച്ച സംവിധായകൻ, കാഴ്ചവെച്ച സംവിധായകൻ. പിന്നെ വളരെ ശ്രദ്ധേയമായി പറയാനുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ടി ദാമോദരനുമായി ചേർന്ന് മലയാളത്തിൽ അവതരിപ്പിച്ച ഒരു പറ്റം സിനിമകളാണ്. ഈ നാട്, ഇനിയെങ്കിലും തുടങ്ങിയ സിനിമകൾ. അതൊക്കെ നമുക്കറിയാം. അങ്ങാടിയായാലും ഈ നാടാണെങ്കിലും ഇനിയെങ്കിലും ആണെങ്കിലും ഒക്കെ ആൾക്കൂട്ടത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സാധ്യമാക്കിയത്. ഒരുപാട് ഒരു ഫ്രെയിമിൽ തന്നെ നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അത്രത്തോളം തന്നെ 20-30 താരങ്ങൾ വരുന്ന രംഗങ്ങൾ, കടുത്ത അന്ന് നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ അന്നൊരു പക്ഷേ നമ്മുടെ സാങ്കേതിക പരിമിതികൾക്കുള്ളിൽ, ഉപകരണങ്ങളുടെയും ചിത്രീകരണ ഉപാധികളുടെയും ബജറ്റിൻ്റെയും ഒക്കെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ രംഗ ആവിഷ്കാരം. അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ളത് താര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഛായാഗ്രാഹകനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ട ഛായാഗ്രാഹകനായിരുന്നു താര. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ തുടർച്ചയായിട്ട് താരയാണ് ഛായാഗ്രാഹകൻ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് ജയാനൻ വിൻസെൻ്റ്. ഇവരുടെ ഒരു കൂട്ടായ്മ, അവരവതരിപ്പിച്ചിരുന്ന അതിസാഹസികമായിട്ടുള്ള ചിത്രീകരണ ശൈലി, ഒരു ഫ്രെയിം എന്നൊക്കെ പറയുന്നത് അത്രയധികം ആൾക്കൂട്ടത്തെയും അത്രയധികം പ്രകൃതി പശ്ചാത്തലത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഘട്ടന രംഗങ്ങൾ, ആൾക്കൂട്ട രംഗങ്ങൾ, സമരരംഗങ്ങൾ, വ്യാജമദ്യ ദുരന്തത്തിൻ്റെ ചിത്രീകരണം. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു സിനിമയാണ് 1921 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ കഥ പറഞ്ഞ് വാഗൺ ട്രാജഡി അടക്കം അദ്ദേഹം ചിത്രീകരിച്ചിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി. നമുക്കറിയാം, ഒരു രംഗത്ത് തന്നെ സൂപ്പർ താരങ്ങളടക്കം നിരവധി താരങ്ങൾ ഒരുമിച്ച് അണിനിരന്ന അതിലെ സംഘടന രംഗങ്ങളിലൊക്കെ അത്രയധികം ആൾക്കാരാണ് ഉൾക്കൊള്ളിച്ചിട്ടാണ് അദ്ദേഹം. ശരിക്കും സംവിധായകൻ്റെ മെഗാഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രയോഗം നമ്മൾ ക്ലീഷയായി പ്രയോഗിക്കാറുണ്ട്. ആ മെഗാഫോണൊക്കെ യഥാർത്ഥത്തിൽ കയ്യേന്തി ആളുകളെ നിയന്ത്രിച്ച്, കൂട്ടത്തെ നിയന്ത്രിച്ച് ചിത്രീകരണത്തിന് തയ്യാറായിട്ടുള്ള സംവിധായകരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഐ വി ശശി. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇനിയെങ്കിലും ജപ്പാനിൽ വെച്ചിട്ടാണ് ചിത്രീകരിച്ചത്. അപ്പോൾ ഇനിയെങ്കിലും വിദേശ താരങ്ങളുണ്ടായിരുന്നു. ഇവിടെ പറയേണ്ട ഒരു ചെറിയ സന്ദർഭവശാൽ പറഞ്ഞു പോകേണ്ട ഒരു ചെറിയ കൗതുകം കൂടി പങ്കുവച്ചിട്ട് പോകാമെന്ന് കരുതുന്നു. അത് ഈ നാട് ഇനിയെങ്കിലും ഉണരൂ എന്നൊരു ത്രയം, ഒരു ചിത്രത്രയമാണ് കേരളത്തിൻ്റെ അന്നത്തെ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ വിലയിരുത്തിക്കൊണ്ട്
ദാമോദരൻ മാഷും ഐ വി ശശിയും കൂടി വിഭാവന ചെയ്തത്. അതിൻ്റെ മൂന്നാം ഭാഗം എന്തുകൊണ്ടോ ചില സാങ്കേതിക കാരണങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ ഐ വി ശശിക്ക് സംവിധാനം ചെയ്യാൻ സാധിക്കാതെ വന്നു. അപ്പോൾ അത് സംവിധാനം ചെയ്യാൻ വേണ്ടി എൻ ജെ ജോണും ടി ദാമോദരനും കൂടി തമിഴിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ, ഒരു സിനിമ മാത്രം ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനെ ക്ഷണിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ പേര് മണിരത്നം എന്നാണ്. മണിരത്നത്തിൻ്റെ മണിരത്നം ആ സിനിമയ്ക്ക് പിന്തുടർന്ന, മോഹൻലാലിനെ നായകനാക്കി റഹ്മാനിയുമൊക്കെ വെച്ചിട്ട്, രോഹിണിയൊക്കെ വെച്ചിട്ട് സബിത ആനന്ദിൻ്റെ ആദ്യത്തെ സിനിമ, ആ സിനിമയ്ക്ക് അദ്ദേഹം മാതൃകയാക്കിയത് മുന്നിൽ വന്ന 2 സിനിമ, ആ ത്രയത്തിൻ്റെ, നമ്മളിപ്പോൾ ലൂസിഫറിൻ്റെയും അതിൻ്റെ 2ാം ഭാഗത്തിൻ്റെയും ഇനിയൊരു 3ാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞു. ഈ 3ാം ഭാഗത്തിൻ്റെയൊക്കെ പ്രത്യേകതയായി പൃഥ്വിരാജ് പറഞ്ഞത്, ഈ 3 സിനിമകളും ഒരു ത്രയത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ ഈ 3 സിനിമകളും സ്റ്റാൻഡ് അലോൺ സിനിമകളാണ്. അതാത് സിനിമകൾ മുൻഭാഗവും പിൻഭാഗവും കണ്ടില്ലെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. ഏതാണ്ട് ഇതേ മാതൃകയിലാണ് ഐ വി ശശിയും ടി ദാമോദരനും കൂടി അവരുടെ ചിത്രത്രയം ആസൂത്രണം ചെയ്തത്, വിഭാവന ചെയ്തത്. ഈ നാട് ഇനിയെങ്കിലും ഉണരൂ. അത് 3 കൂടി ചേർത്ത് വായിച്ചാൽ അവർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ ദർശനം മനസ്സിലാവും. ഈ നാട് ഇനിയെങ്കിലും ഉണരൂ. പക്ഷേ 3ാമത്തെ സിനിമയിൽ അതിൻ്റെ സംവിധായകൻ ഐ വി ശശിക്ക് സഹകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ മണിരത്നത്തിനെ വിളിച്ചു വരുത്തി. മണിരത്നമാവട്ടെ ഇതിൻ്റെ മുൻപുള്ള 2 സിനിമകളിലും അതിൻ്റെ സംവിധായകൻ ഏത് രീതിയിലാണോ ആ സിനിമകൾ വിഷ്വലൈസ് ചെയ്തത്, ദൃശ്യപ്പെടുത്തിയത്, അതേ പാറ്റേൺ, അതേ ഒരു രൂപത്തിൽ തന്നെ, അതേ ഒരു സമ്പ്രദായത്തിൽ തന്നെ, അതേ ഒരു പരിചരണത്തിൽ തന്നെ ഉണരൂ എന്നുള്ള സിനിമയും ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് പെട്ടെന്ന് അത് മണിരത്നം സിനിമയാണോ തെറ്റിദ്ധരിക്കും, പകരം അതൊരു ഐ വി ശശി സിനിമയല്ലേ എന്ന് തോന്നുന്ന രീതിയിലാണ് ആ സിനിമ നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഐ വി ശശിയുടെ കാര്യം പറയുമ്പോൾ ആവനാഴി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഒരു വിശാലമായ ക്യാൻവാസ്, അതിൻ്റെ ക്ലൈമാക്സ്, അതിലെ വില്ലൻ, ഹിന്ദിയിൽ ആദ്യകാല വില്ലന്മാരിൽ ഒരാളായിരുന്ന ജീവൻ എന്ന് പറയുന്നൊരു നടനുണ്ട്. അനശ്വരനായ ജീവൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് കിരൺ കുമാർ എന്നായിരുന്നു. കിരൺ കുമാറിനെയാണ് അദ്ദേഹം ആവനാഴിയിൽ വില്ലനായിട്ട് അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ നമുക്ക് പറയാം, ഇത്തരത്തിൽ ഒരു പാൻ ഇന്ത്യൻ ഫ്ലേവറോടുകൂടി ഐ ശശി അത്തരത്തിൽ വിഷ്വലൈസ് ചെയ്തു. പിന്നീട് അദ്ദേഹം രഞ്ജിത്തിനോടൊപ്പം ചേരുകയും ഒക്കെ ചെയ്ത സമയത്തും, ഇപ്പോൾ നമുക്ക് ദേവാസുരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും, ദേവാസുരത്തിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബഡ്ജറ്റിങ്, അതിൻ്റെ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് പോലും വലിയ വിശാലമായ ക്യാൻവാസായിരുന്നു. വളരെ വളരെ വലിയ തോതിലാണ് അദ്ദേഹം അതിനെ വിഷ്വലൈസ് ചെയ്തത്. അതിനകത്തെ ക്ലൈമാക്സ് രംഗത്തിന് വേണ്ടി ഇട്ട ഒരു ക്ഷേത്രോത്സവം എന്ന് പറയുന്നത്, ആ ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിലൊരു ഉത്സവം എങ്ങനെ സംഘടിപ്പിക്കുമോ അത്രയധികം ആവേശത്തോടു കൂടി ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി ഉത്സവത്തിന് വേണ്ടുന്ന എല്ലാം അവിടെ സജ്ജമാക്കി ഒരു ഉത്സവം തന്നെ സിനിമയ്ക്കായി സംഘടിപ്പിച്ചുകൊണ്ടാണ് അതിനകത്തെ ക്ലൈമാക്സിൻ്റെ സംഘട്ടന രംഗം, വളരെ വികാരതീവ്രമായ സംഘടന രംഗം അദ്ദേഹം ചിത്രീകരിച്ചത്. അപ്പോൾ ആൾക്കൂട്ടത്തെ ഇത്രമേർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാങ്കേതികതയുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് സാങ്കേതിക തികവോടുകൂടി ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടാക്കുകയും സിനിമയുടെ ഒരു വലിയ മാസ് അപ്പീൽ, അതായത് മരണമാസ് എന്ന് പറയുന്ന രീതിയിലേക്ക് സിനിമയെ കൊണ്ടുവരികയും പ്ലേസ് ചെയ്യുകയും ചെയ്തിരുന്ന സംവിധായകൻ. അതിന് മറ്റു ഭാഷകളിലും അതേ റിലവൻസ്, അതേ തീവ്രതയോടുകൂടി അവരിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം ആ രീതിയിൽ സിനിമയെ വിഭാവന ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അത്തരത്തിൽ സങ്കല്പിക്കാനും ആലോചിക്കാനും ഒക്കെ സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ പിന്നീടും നമുക്ക് ഒരുപറ്റം ചലച്ചിത്രകാരന്മാർ കൂടി അതേപോലെ തന്നെ വളരെ വലിയ ബഡ്ജറ്റിങ്ങിൽ, വലിയ ക്യാൻവാസിൽ, ബഡ്ജറ്റിങ്ങിനേക്കാൾ കൂടുതൽ വലിയ ക്യാൻവാസിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട പേരുകൾ തീർച്ചയായിട്ടും പ്രിയദർശൻ അതിലൊരു പ്രധാനപ്പെട്ട ആളാണ്. PG വിശ്വംഭരൻ, സംഘർഷം പോലെയുള്ള, തുഷാരത്തിൻ്റെയൊക്കെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന സംഘർഷം പോലെയുള്ള അക്കാലത്തെ വലിയ സിനിമ, ഒരു രാജസ്ഥാനും ഒക്കെ വരുന്ന ഒരു വലിയ സിനിമ, അത്തരത്തിൽ സംഘർഷം സംവിധാനം ചെയ്ത PG വിശ്വംഭരൻ. പിന്നെ ബോംബെ അധോലോകത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വലിയ ക്യാൻവാസിൽ സിനിമകൾ നിർമ്മിച്ച അനുപം ഖേറിനെയൊക്കെ ആദ്യമായി മലയാളത്തിൽ അഭിനയിപ്പിച്ച തമ്പി കണ്ണന്താനം, അന്തരിച്ചുപോയ തമ്പി കണ്ണന്താനം. അതുപോലെ തന്നെ പിൽക്കാലത്ത് ഇവരുടെയൊക്കെ ഈ ഐ വി ശശി, ടി ദാമോദരൻ ഒരു ശ്രേണിയിൽ അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചാവകാശികൾ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുന്ന ഷാജി കൈലാസും രഞ്ജി പണിക്കരും ചേർന്ന സിനിമകൾ, അതും ഇതുപോലെ വലിയ സാഹസിക രംഗങ്ങൾ, ആൾക്കൂട്ടം, അതുപോലെ വലിയ ക്യാൻവാസിൽ
ജോഷിയുടെ ചില സിനിമകളൊക്കെ. ഇവിടെ മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ സാങ്കേതികതയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സിനിമ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ഒരുപക്ഷെ ലഭ്യമാവുന്ന, ഇന്നിപ്പോൾ വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ നമുക്ക് സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഗ്രാഫിക്കൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, VFX ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത്തരം കസരത്തുകളൊന്നും കാണിച്ചിട്ടില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. റിയൽ എടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ ഞാൻ പറയുന്ന അത്തരം സാങ്കേതികതയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇപ്പോൾ പോലും പൃഥ്വിരാജിന് കിട്ടുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത്, താൻ ഷൂട്ട് ചെയ്തത് എന്താണ് എന്ന് ഷൂട്ട് ചെയ്ത് തീരുമ്പോൾ അദ്ദേഹത്തിന് നോക്കിക്കാണാം. കാരണം പ്രിവ്യൂ ഉണ്ട്, കമ്പ്യൂട്ടറൈസേഷൻ, ഡിജിറ്റൽ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ക്യാമറയിൽ എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ ചിലവ് എന്ന് പറയുന്നത്, അതിൻ്റെ ചിത്രീകരിച്ചത് ശേഖരിച്ച് വയ്ക്കാനുള്ള ചിലവ്, സ്റ്റോറേജ് എന്ന് പറയുന്ന ചിലവ് ഹാർഡ് ഡിസ്കിൻ്റെ മാത്രം ചിലവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. ആ ഷൂട്ട് ചെയ്ത് എങ്ങനെ വന്നു അതിൻ്റെ ഔട്ട് കാണാം എന്നൊരു മേന്മ, ഒരു ഗുണം ഇന്നത്തെ ചലച്ചിത്രകാരന്മാർക്കുണ്ട്. പക്ഷേ അന്ന് ഈ ഐ വി ശശിയും PG വിശ്വംഭരനും ജോഷിയും പ്രിയദർശനുമൊക്കെ ചിത്രീകരിച്ചുകൊണ്ട്, ഷാജി കൈലാസമൊക്കെ ചിത്രീകരിച്ചത് ഫിലിമിലാണ്. ഒരു അടി ഫിലിമിന് 1000 കണക്കിന് രൂപയാണ് വില. അന്നത്തെ സംവിധായകർ, ഐ വി ശശി അടക്കമുള്ള സംവിധായകർ, തങ്ങളുടെ മനക്കണ്ണ്, തങ്ങളുടെ മനസ്സിലെ ഫ്രെയിമിനെയും വിശ്വസിച്ച്, ഒപ്പം ഛായാഗ്രാഹകരുടെ ജഡ്ജ്മെൻറ്റ് മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് അവരൊരു സീൻ ഓക്കെ ആക്കിയിരുന്നത്. അപ്പോൾ ഒരടി ഫിലിം എങ്കിലും കുറച്ചുപയോഗിക്കുക, അത്രയേറെ ചിലവാണ് ഫിലിമിന്. അപ്പോൾ ലഭ്യതയും അതേപോലെ വളരെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും കുറച്ച് ഫിലിം എക്സ്പോസ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തെ സംവിധായകന് മുന്നിലുള്ള വെല്ലുവിളിയും സമ്മർദ്ദവും. ആ സമ്മർദ്ദങ്ങളിൽ നിന്നുകൊണ്ട് പോലും വിശാലമായ കാഴ്ചപ്പാടിൽ വലിയൊരു ലോകം സ്വപ്നം കണ്ട്, വലിയൊരു സിനിമ സ്വപ്നം കണ്ട്, മറ്റു ഭാഷകളെയും മറ്റ് ദേശങ്ങളെയും സ്വപ്നം കണ്ടുകൊണ്ട് സിനിമ പിടിച്ച സംവിധായകരുടെ ഇങ്ങേ തലമുറയിൽ, ഇങ്ങേ അറ്റത്ത് അതുപോലെ കുറച്ചുകൂടി വിശാലമായ, കുറച്ചുകൂടി ദേശാന്തരങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട്, കുറച്ചുകൂടി ആഗോള പ്രേക്ഷകനെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ലോക റിലീസ് എന്നുള്ളത്, വേൾഡ് വൈഡ് റിലീസ് എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു വിപണിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മലയാള സിനിമയിൽ പുതിയ ഒരു കീഴ്വഴക്കം, അല്ലെങ്കിൽ പുതിയൊരു ലോകം തുറക്കുന്ന രീതിയിൽ നമ്മെ സ്വപ്നം കാണാൻ, നമ്മോടൊപ്പം നമ്മെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് ഒരു സ്വപ്ന കാഴ്ചയിലേക്ക് നയിക്കുന്ന ആൻ്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനും പൃഥ്വിരാജിനും തീർച്ചയായിട്ടും അവരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. മലയാള പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം.